നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന മഹാവിസ്ഫോടനങ്ങളുടെ ശേഷിപ്പുകൾ ഇന്നും നമ്മുടെ ഭൂമിയെ തഴുകി കടന്നുപോകുന്നു എന്ന ആവേശകരമായ കണ്ടെത്തലാണ് ശാസ്ത്രലോകം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എവിടെയോ പൊട്ടിത്തെറിച്ച ഒരു നക്ഷത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെയാണ് നിലവിൽ ഭൂമിയും സൗരയൂഥവും കടന്നുപോകുന്നത് എന്നതിന് വ്യക്തമായ തെളിവുകൾ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചു കഴിഞ്ഞു. അന്റാർട്ടിക്കയിലെ 10,000 വർഷം പഴക്കമുള്ള മഞ്ഞുപാളികളിൽ നടത്തിയ സൂക്ഷ്മമായ പഠനങ്ങളാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് ഗവേഷകരെ എത്തിക്കുന്നത്. ഭൂമി ഇപ്പോൾ ഒരു നക്ഷത്ര ധൂളിയുടെ മേഘപടലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഉറപ്പിക്കാൻ മഞ്ഞിലെ അയൺ 60 എന്ന അപൂർവ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൻ്റെ സാന്നിധ്യം സഹായിച്ചു. ഹെംഹോട്ട് സെൻറ്റർ ഡ്രൈറ്റ്സൺ റോസൻഫോർഡിലെ അന്താരാഷ്ട്ര ഗവേഷക സംഘമാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയത്. നക്ഷത്രങ്ങളുടെ ഉൾക്കാമ്പിൽ മാത്രം രൂപപ്പെടുന്ന അയൺ 60 സാധാരണയായി സൂപ്പർനോവ സ്ഫോടനങ്ങളിലൂടെയാണ് ബഹിരാകാശത്തേക്ക് ചിതറിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഇത്തരം വിസ്ഫോടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്ന് നേരത്തുള്ള പഠനങ്ങൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അടുത്ത കാലത്തൊന്നും ഭൂമിക്ക് സമീപം നക്ഷത്ര സ്ഫോടനങ്ങൾ നടന്നതായി അറിവില്ല എന്നിരിക്കെ താരതമ്യേന പ്രായം കുറഞ്ഞ മഞ്ഞിൽ അയൺ 60 കണ്ടെത്തിയത് ശാസ്ത്രജ്ഞരെ കുഴപ്പിച്ചിരുന്നു. നമ്മുടെ സൗരയൂഥം നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ലോക്കൽ ഇൻ്റർസ്റ്റെല്ലർ ക്ലൗഡ് അഥവാ പ്രാദേശിക നക്ഷത്രാനന്തര മേഘപടലങ്ങളിൽ അയൺ 60 സംഭരിക്കപ്പെട്ടിരിക്കാമെന്നും ഭൂമി ഈ മേഘത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കണക്കുകൾ ശേഖരിക്കുന്നുണ്ടാകാം. ഈ നിഗമനത്തിലാണ് ഡോക്ടർ ഡൊമിനിക് കോളിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത്. 40,000 മുതൽ 80,000 വർഷം വരെ പഴക്കമുള്ള അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾ വിശകലനം ചെയ്തപ്പോൾ ഈ വാദം ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. സൗരയൂഥം ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപാണ് ഈ നക്ഷത്രാനന്തര മേഘത്തിലേക്ക് പ്രവേശിച്ചതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്ത ഏതാനും 1000 വർഷങ്ങൾ കൂടി നാം ഈ മേഘത്തിനുള്ളിലൂടെ സഞ്ചരിക്കുമെന്നും ഇതിൻ്റെ പുറംഭാഗത്താണ് ഇപ്പോൾ ഭൂമി സ്ഥിതി ചെയ്യുന്നതെന്നും ഗവേഷകർ പറയുന്നു. പഠനത്തിനായി ഉപയോഗിച്ച മഞ്ഞുപാളികൾ പരിശോധിച്ചപ്പോൾ 40,000 വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അയൺ 60 ആണ് ഇപ്പോൾ ഭൂമിയിൽ പതിക്കുന്നതെന്ന് കണ്ടെത്തി. ഇത് സൂചിപ്പിക്കുന്നത് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മേഘത്തിൻ്റെ സാന്ദ്രതയിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ നമ്മൾ മേഘത്തിൻ്റെ കൂടുതൽ ഉൾഭാഗത്തേക്ക് പ്രവേശിച്ചതോ ആകാം. കോസ്മിക് കാലഗണനയിൽ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അയൺ 60യുടെ സാന്നിധ്യം വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് ദൂരെയുള്ള പഴയ സ്ഫോടനത്തിൽ നിന്നുള്ളതല്ല എന്നും നമ്മൾ ഇപ്പോൾ കടന്നുപോകുന്ന മേഘപടലത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറപ്പിക്കാൻ സാധിച്ചു. ഈ കണ്ടെത്തൽ വെറുമൊരു ശാസ്ത്ര കൗതുകമല്ല, മറിച്ച് സൗരയൂഥത്തിന് ചുറ്റുമുള്ള നക്ഷത്രാന്തര മേഘങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കാൻ ലഭിക്കുന്ന അപൂർവ അവസരമാണ്. ഏകദേശം 300 കിലോഗ്രാം മഞ്ഞ് ട്രൈറ്റ്സണിലെ ലാബിലെത്തിച്ച് രാസപ്രക്രിയകൾക്ക് വിധേയമാക്കിയാണ് വെറും കുറച്ച് മില്ലിഗ്രാം പൊടി വേർതിരിച്ചെടുത്തത്. ആ പൊടിയിൽ നിന്ന് ഏതാനും അയൺ 60 ആറ്റങ്ങളെ മാത്രം വേർതിരിച്ചെടുക്കുക എന്നത് വൈക്കോൽ കൂലയിൽ നിന്ന് സൂചി തിരിയുന്നത് പോലെ സങ്കീർണമായ പ്രവൃത്തിയായിരുന്നു. ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഹെവി അയോൺ ആക്സിലറേറ്റർ ഫെസിലിറ്റി ഉപയോഗിച്ചാണ് ഈ അതിസൂക്ഷ്മമായ കണങ്ങളെ തിരിച്ചത്. ലോകത്ത് തന്നെ ഇത്തരം കണ്ടെത്തൽ നടത്താൻ കെൽപ്പുള്ള ഏക യന്ത്ര സംവിധാനമാണിത്. വരും വർഷങ്ങളിൽ കൂടുതൽ പഴക്കമുള്ള മഞ്ഞുപാളികൾ പരിശോധിക്കാനാണ് ശാസ്ത്രസംഘം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. സൗരയൂഥം ഈ പ്രത്യേക മേഘപടലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. നക്ഷത്രങ്ങൾ ജനിക്കുന്നതും മരിക്കുന്നതും അങ്ങ് ദൂരെ എവിടെയോ നടക്കുന്ന പ്രക്രിയയാണ് എങ്കിലും അവയുടെ ശേഷിപ്പുകൾ നമ്മുടെ ഭൂമിയുടെ ചരിത്രത്തിലും കാലാവസ്ഥയിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്ന തിരിച്ചറിവ് പ്രപഞ്ചവുമായുള്ള നമ്മുടെ ആഴത്തിലുള്ള ബന്ധത്തെയാണ് ശരിവെക്കുന്നത്. അന്തരീക്ഷ തലത്തിലുള്ള സഹകരണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത അതീവ സംവേദനക്ഷമതയുള്ള സാങ്കേതിക വിദ്യകൾ വരും കാലങ്ങളിൽ പ്രപഞ്ച രഹസ്യങ്ങളുടെ കൂടുതൽ ചുഴലഴിക്കാൻ മനുഷ്യരെ സഹായിക്കുമെന്ന് ഈ പഠനം പ്രത്യാശ നൽകുന്നു.